സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തമാകുന്നു. അടുത്ത 7 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച മുതൽ മഴ കനക്കും. ജൂൺ 14 മുതൽ 16 വരെ അതിതീവ്ര മഴയാണ് പ്രതീക്ഷിക്കുന്നത്. സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അണക്കെട്ടുകളുടെയും അതേപോലെ തന്നെ നദികളുടെയും പരിധിയിലുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ സൂര്യഗായത്രി? തീർച്ചയായിട്ടും അവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇനി മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ നിലവിൽ തന്നെ പാമ്പള പോലുള്ള ഡാമുകൾ തുറന്നു കഴിഞ്ഞിട്ടുണ്ട്. പരിസര പ്രദേശങ്ങളിൽ ഒക്കെ ഉള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. വരും മണിക്കൂറിൽ അതിശക്തമായിട്ടുള്ള മഴ, പ്രത്യേകിച്ച് അടുത്ത ദിവസം അതിതീവ്ര മഴ മുന്നറിയിപ്പൊക്കെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴ ശക്തമാകുന്ന സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ അണക്കെട്ടുകളുടെ സമീപമൊക്കെ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം കാലാവസ്ഥാ വകുപ്പിന്റെയും അതുപോലെ തന്നെ സർക്കാരിന്റെയും ഭാഗത്ത് നിന്ന് നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ യെല്ലോ അലർട്ട് മാത്രമാണ് ജില്ലകൾക്ക് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, പാലക്കാട്, വയനാട് ഒഴികെയുള്ള ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. മറ്റന്നാൾ മുതൽ അതിതീവ്രമായ മഴ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. വടക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അത് കാലവർഷം തുടങ്ങിയ സമയം മുതൽ തന്നെ അതിശക്തമായിട്ടുള്ള മഴ വടക്കൻ കേരളത്തിൽ പെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണയും മഴ വീണ്ടും ശക്തമാകുമ്പോഴും വടക്കൻ കേരളം കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. അത് കൂടാതെ തന്നെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അത്തരത്തിൽ നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും നാളെ മുതൽ 14 വരെയാണ് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തീരദേശവാസികളും മലയോര മേഖലകളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്നുള്ളത് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത 2 മണിക്കൂറിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് പുതിയ മുന്നറിയിപ്പായിട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. പടിഞ്ഞാറൻ കാറ്റ് കേരള തീരത്തിന് മുകളിൽ അതിശക്തി പ്രാപിക്കുമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കാറ്റും ഈ മഴയോടൊപ്പം തന്നെ ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനാണ് സാധ്യതയെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടലിൽ മോശം കാലാവസ്ഥയ്ക്കും ഉയർന്ന തിരമാലയും ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ടുള്ള മുന്നറിയിപ്പുകളൊക്കെ നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ തീവ്രമാകുമ്പോൾ അപകട സാധ്യതാ മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം, സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണം എന്നത് ഉൾപ്പെടെയുള്ള മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉൾപ്പെടെയുള്ളവർ നൽകിയിരിക്കുന്നത്. തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരത്ത് നഗരത്തിൽ കാലാവസ്ഥ എങ്ങനെയാണ്? മഴയുണ്ടോ? തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം രാവിലെ പുലർച്ചെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. ഒരു 7 മണിവരെയും അത്യാവശ്യം മഴ ചാറുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ മഴയില്ല, തെളിഞ്ഞ കാലാവസ്ഥയാണ്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണുള്ളത്. ഇന്നിപ്പോൾ യെല്ലോ അലർട്ട് മാത്രമാണ് ജില്ലകൾക്ക് ഉള്ളത്. പക്ഷേ വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ പ്രതീക്ഷിക്കാമെന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. ഈ അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അതിന്റെ സ്വാധീന ഫലമായിട്ടാണ് മഴ വരും ദിവസങ്ങളിൽ ശക്തമാകുമെന്നുള്ള കാര്യം കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. ഈ കാലവർഷം ഇത്തവണ നമുക്ക് നേരത്തെ ലഭിക്കുകയും പ്രതീക്ഷിച്ചതിനേക്കാൾ അധികം മഴ ലഭിക്കുകയും വലിയ മഴക്കെടുതികൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ പടിഞ്ഞാറൻ കാറ്റ് അതിശക്തമായിട്ട് കേരള തീരത്ത് വീശിയടിക്കുന്ന സാഹചര്യത്തിലാണ് വലിയ മഴക്കെടുതികൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. മരങ്ങളൊക്കെ തന്നെ കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വീടുകൾ ഉൾപ്പെടെ പൊളിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും കുറച്ച് ഇടവേളയ്ക്ക് മുൻപ് വരെ പെയ്തിരുന്ന മഴയിൽ നിന്ന് കരകയറാത്ത പല കുടുംബങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് അപ്പർ കുട്ടനാട്ട് മേഖലയിലൊക്കെയുള്ള ജനങ്ങൾ ഇപ്പോഴും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആ സാഹചര്യം നിലനിൽക്കവെയാണ് വീണ്ടും കാലവർഷം ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് വീണ്ടും വലിയ കഷ്ടതകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പക്ഷേ ജീവൻഹാനി സംഭവിക്കാത്ത തരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം. ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെ, അപകട സാധ്യതാ മേഖലാ പ്രദേശങ്ങളിൽ നിന്നൊക്കെ തന്നെ
തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നുള്ളതാണ്. എന്ത് അടിയന്തര ഘട്ടമുണ്ടായാലും ഉടനടി തന്നെ ഇടപെടൽ നടത്താനുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിനൊക്കെ നൽകി കഴിഞ്ഞിട്ടുണ്ട് സർക്കാർ. ഇതിനോടകം തന്നെ ക്യാമ്പുകൾ തുടങ്ങേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തുകയും അതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യുമെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഓരോ മണിക്കൂറിലും കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ഒക്കെ മുന്നറിയിപ്പുകൾ പങ്കുവെക്കുന്നുണ്ട്. ഈ മുന്നറിയിപ്പുകൾ കൃത്യമായിട്ട് പാലിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതുപോലെ തന്നെ മലയോര മേഖലകളിലൊക്കെ താമസിക്കുന്നവരും കൃത്യമായിട്ട് ഈ മുന്നറിയിപ്പ് അറിയുകയും അത് കൃത്യമായിട്ട് പാലിക്കുകയും മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്ത് അടുത്ത 7 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യത ഉള്ളതുകൊണ്ട് പെരിയാറിന്റെ തീരത്തടക്കമുള്ളവർ ജാഗ്രത പാലിക്കണം. ഒപ്പം തന്നെ സംസ്ഥാനത്തെ നദീതീരങ്ങളിലുള്ള എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്.